എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവൻ ദേഷ്യപ്പെട്ട് പറയും, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്ന ലൂഫി പൈററ്റ്. അതിന് അപ്പാപ്പൻ ചിരിക്കും, നിന്നെ കൊണ്ട് ഒരിക്കലും കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പറ്റില്ല. ഈ ഹോക്കി പവർ ഈ ന്യൂ വേൾഡിൽ ഒരുപാട് പേർക്കുണ്ട്, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. എനിക്കും ഇതേ ഹോക്കി പവർ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ആരുടെ ഹോക്കി പവറാണ് കൂടുതൽ പവർഫുൾ എന്ന്. പിന്നെ ആരാ ഇത്ര ബാഡായിട്ട് ഹോക്കി പവർ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് അതിൽ ലൂഫി പറയും. മറ്റാരുമല്ല, സാക്ഷാൽ റെയ്ലി. ഫൈറ്റ് കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ. അപ്പാപ്പന് പ്രായമുണ്ടെങ്കിലും ആളൊരു ലെജൻഡറി പൈററ്റാണ്. ഒരുപാട് നേവി ഒഫീഷ്യൽസിനൊക്കെ കിടുക്കി വിറപ്പിച്ചിട്ടുള്ള ഒരേ ഒരാള്. അപ്പാപ്പനാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് നല്ല ക്രൂര ഭാവമൊക്കെ ഇട്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് ആള് പൊട്ടിക്കരയും. എനിക്ക് എൻ്റെ ട്രഷറൊക്കെ നഷ്ടപ്പെട്ട കാര്യം അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ ട്രഷറിലേക്ക് റീച്ച് ചെയ്യാൻ, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആള് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം വീണ്ടും ആള് ഫുൾ കലിപ്പിലായി. നിന്റെ ഗ്രാൻഡ് പാ എന്നോട് ചെയ്ത ചതി എന്താണെന്ന് നിനക്കറിയോ? ലൂഫി ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഇയാൾ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നോക്കും. സത്യത്തില് എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. എന്റെ ഗ്രാൻഡ് പയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യ്, എന്നെ വെറുതെ വിട്. അതിന് അപ്പാപ്പൻ ആള് കൈ ചുരുട്ടി ലൂഫിയെ വീണ്ടും ഇടിക്കാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല. നിന്നെ തല്ലിക്കൊന്ന നിന്റെ ഗ്രാൻഡ് പാ ആ കാർപ്പ് ആൾക്ക് നോവും. അതാണ് എനിക്ക് കാണേണ്ടത്. അങ്ങനെയുള്ള വലിയ ശിക്ഷ വേണം എനിക്ക് അയാൾക്ക് കൊടുക്കാൻ. ഇതെന്റെ 30 വർഷത്തെ പകയാണെന്ന് പറഞ്ഞ് ലൂഫി അച്ചറും പൊച്ചറും ഇടിക്കും. ലൂഫി ആണെങ്കിൽ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അത് കണ്ട അപ്പാപ്പൻ വീണ്ടും നിലവിളിച്ച് കരയും. എന്റെ എല്ലാം നിന്റെ അപ്പൂപ്പൻ കാർപ്പ് ആള് തട്ടിയെടുത്തു. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സാഞ്ചിയെയും ആ സാമുറായും കാണിക്കും. അവരാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടുകയാണ്. അപ്പൊ അടുത്തൊരു ടിവിയിൽ വീണ്ടും അവരിപ്പോ ലൂഫിയുടെ ഫൈറ്റ് കാണും. അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാമുറായുടെ ടെൻഷൻ കൂടി വരും. കാരണം ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് കാൻസറോ അവനുള്ളത് ആ ഒരു ഫാക്ടറിയിലാണ്. ആ ഫാക്ടറി കണ്ടെത്തി എത്രയും വേഗം അവനെ രക്ഷിക്കണം. സാഞ്ചി ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. നമുക്കിപ്പോ വേറെ വഴിയില്ല, അല്പനേരം വെയിറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് മുൻപിലുള്ള സോൾജേഴ്സിനെ കാണിച്ചു കൊടുക്കും. അവരുടെ കണ്ണ് വെട്ടിച്ചു വേണം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. നീയും ഞങ്ങളുടെ കൂടെ അല്ല ഇവിടേക്ക് വന്നേ. തീർച്ചയായിട്ടും നേവിക്കാര് നിന്നെയും വെറുതെ വിടാനായിട്ട് ചാൻസ് ഇല്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ മാൻഷനിലേക്ക് പോകണം. അവിടെ ചെന്ന് ലൂഫിയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് തിരികെ കൊണ്ടുവരണം. മാൻഷന് ചുറ്റും മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. അകത്തേക്ക് പോയാലും പുറത്തേക്ക് വരുമ്പോ എന്തായാലും ഇവരുടെ കയ്യിൽ ചെന്ന് പെടും. സാഞ്ചിയും സാമുറായും ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഒരു നേവി ഹെഡ് ആളിപ്പോ അവിടേക്ക് വന്ന് ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ട് പറയും, ഒരുപാട് വില്ലന്മാരും കള്ളന്മാരും ആ പാലസിലേക്ക് പോയി കഴിഞ്ഞു. കെയുടെയും ബിയുടെയും ഫൈറ്റ് ഓൾറെഡി അവസാനിച്ചതാണ്. അതിൽ തോറ്റുപോയ ആളുകൾ എന്തുകൊണ്ട് ഇതുവരെ പുറത്തേക്ക് വന്നില്ല? ആ പാലസിൽ കാര്യമായിട്ട് എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആളിപ്പോ പാലസിലേക്ക് തന്നെ നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ടോയ് അതാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയോട് ഡോഫ്ലമിംഗോയുടെ ഓരോ നിയമങ്ങളെ കുറിച്ച് പറയും. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ ലൈറ്റ്സ് ഇടാനായിട്ട് പാടില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകണം. മനുഷ്യര് അവരുടെ വീടുകളിലേക്കും ടോയ്സ് എല്ലാം അവറ്റകളുടെ വീട്ടിലേക്ക് പോകണം. നൈറ്റ് പാർട്ടി, ഡാൻസ്, പാട്ട് അങ്ങനെ ഒന്നും ഇവിടെ അലൗഡ് അല്ല. ഫ്രാങ്കിക്കാണെങ്കിൽ ആ നിയമങ്ങളൊക്കെ കേട്ട് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. ഇത് വളരെ മോശം നിയമങ്ങളാണ്. ആക്ച്വലി നിങ്ങൾ ടോയ്സും മനുഷ്യരും എല്ലാവരും ഒരുപോലെയല്ലേ ഇടപഴകുന്നത്? ആക്ച്വലി നിങ്ങളെ ക്രിയേറ്റ് ചെയ്തത് ആ വേഗ് ഓഫ് പങ്കാണോ? ആ ചോദ്യം കേട്ട ആ ടോയ് പ്രത്യേകിച്ച് ഒന്നും പറയാതെ എന്തോ ഒന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു ടോയ് അതൊരു പെൺകുട്ടിയുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ച്, നിനക്കെന്നെ ഓർമ്മയില്ലേ, നമ്മൾ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട്, ഇത്ര വേഗം നീ എന്നെ മറന്നുപോയോ? അവളാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് നീ ആരാണെന്ന് അറിയില്ല, മര്യാദയ്ക്ക് എന്റെ അടുത്തുനിന്ന് പോവാൻ പറഞ്ഞ് അവനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഉടനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് അവനെ അവിടുന്ന് കൊണ്ടുപോകും. ആ ടോയ് ആണെങ്കിൽ നിലവിളിച്ച് പറയും, പ്ലീസ് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണ്, എന്നെ വെറുതെ വിട്. പക്ഷെ ആ സോൾജേഴ്സ് അതൊന്നും കേൾക്കാതെ അവനെ ഒരു കുപ്പയിലേക്ക് വലിച്ചെറിയാണ്. ഫ്രാങ്കി ആണെങ്കിൽ വണ്ടടിച്ച് നിൽക്കും. അത് കണ്ട നമ്മുടെ ടോയ് അവൻ ഫ്രാങ്കിക്ക് ദൂരത്തായിട്ടൊരു കുട്ടി ഒരു ഡോഗുമായിട്ട് കളിക്കുന്നത് കാണിച്ചു കൊടുക്കും. ആ ടോയ് ഡോഗ് അത് മറ്റാരുമല്ല, ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. അവൻ സ്ട്രെയിറ്റ് എന്ന് ആ കുഞ്ഞിനോട് ചോദിക്കും, നിനക്ക് അച്ഛനില്ലേ? ആ കുഞ്ഞ് സിമ്പിളായിട്ട് പറയും, എനിക്ക് അച്ഛനില്ല. അവളുടെ അമ്മയോട് ചോദിക്കും, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ? അതിന് അവളുടെ അമ്മ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് ഹസ്ബൻഡ് ഇല്ല. ഫ്രാങ്കിക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. അവൻ ഫ്രാങ്കിയോട് പറയും, ഇവരെല്ലാം പാസ്റ്റ് മറന്നു പോയിരിക്കുകയാണ്. നീ കരുതും പോലെ ഞാനും ഇവിടെയുള്ള ടോയ്സ് ഒന്നും വെറും ടോയ്സുകളല്ല, ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ഞങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഡോഫ്ലമിംഗോ ഇവിടേക്ക് ഡെവൽ ഫ്രൂട്ടിന് പവറുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു. അവനാണ്
എന്നെപ്പോലുള്ള ഒരുപാട് മനുഷ്യരെ ഇതുപോലെ ടോയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് ഫ്രാങ്കിയുമായി മുൻപോട്ടേക്ക് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും അപ്പാപ്പനും അവരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടുപേർക്കും ടൂർണമെന്റ് ഹോക്കി പവർ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേര് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ആ വയറങ്ങനെ വീർപ്പിച്ചെടുത്ത് ആ വയറ്റിൽ വെച്ച് ആളെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ആഞ്ഞ് ഇജക്റ്റ് ചെയ്യും. അപ്പാപ്പന്റെ മൊട്ടത്തല അത് നിലത്തൊരഞ്ഞ് അങ്ങനെ ദൂരേക്ക് പോവും. പക്ഷെ അപ്പോഴും അപ്പാപ്പന് യാതൊരു കുഴപ്പമില്ല. ആള് തലകുത്തി കൈയൊക്കെ കെട്ടി സിമ്പിളായിട്ട് നിൽക്കുകയാണ്. ആള് ചാടി എഴുന്നേറ്റ് നേരെ നിന്ന് ലൂഫിയോട് പറയും, എന്റെ പ്രഷർ മുഴുവൻ നിന്റെ ഗ്രാൻഡ് പ കൊണ്ടുപോയതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ എന്റെ പവർ അത് നിന്റെ ഗ്രാൻഡ് പ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. അതാണ് എനിക്ക് പൊറുക്കാൻ പറ്റാത്തത് നിന്റെ ഗ്രാൻഡ് പയോട്. എന്റെ പഴയ പവർ ഇപ്പൊ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇതുപോലെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. നീണ്ട 30 വർഷത്തെ എന്റെ പക ഇന്ന് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് ആള് വീണ്ടും ഇപ്പൊ ലൂഫിയുടെ നെഞ്ചത്തേക്ക് ചാടി വരും. അതിന് ലൂഫി അവന്റെ കൈ നീട്ടി ആളെ ക്യാച്ച് ചെയ്ത് അങ്ങനെ കറക്കി നിലത്തൊരു ഒറ്റയടി. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു, ഇത് ഞാനുമായിട്ട് തീർക്കേണ്ട പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്റെ ഗ്രാൻഡ് പേ ആയിട്ട് ഡയറക്റ്റ് തീർക്ക്. അപ്പാപ്പനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. ജനങ്ങളും ആങ്കറും എല്ലാവരും കണ്ണു നട്ട് അപ്പാപ്പനെ തന്നെ നോക്കുകയാണ്. 2 സെക്കൻഡ് കഴിയുമ്പോൾ 2 കൈയും വിരിച്ചു പിടിച്ച് ആളിപ്പോ തല കുത്തനെ നിൽക്കും. അതിനുശേഷം കൈയൊക്കെ കൂപ്പി പതിയെ റൊട്ടേറ്റ് ചെയ്ത് ലൂഫിയെ പോയിന്റ് ചെയ്യാണ്. ലൂഫി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അപ്പാപ്പന്റെ അടുത്ത അറ്റാക്കിന് അതിനെ പ്രതിരോധിക്കാനായിട്ട് റെഡിയാവും. അപ്പാപ്പൻ കറങ്ങി കറങ്ങി ലൂഫിയുടെ അടുത്തേക്ക് വരും. വെള്ളത്തിൽ കിടന്ന ആ സാ പോലും അപ്പാപ്പന്റെ അറ്റാക്ക് കണ്ട് നെഞ്ചത്ത് കൈയൊക്കെ വെച്ച് നെഞ്ചിടിപ്പോട് കൂടെ നോക്കി നിൽക്കും. ലൂഫി തീർത്തു പറയും, എന്റെ ഗ്രാൻഡ് പ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കവിടെ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ആൾ അച്ചരം പൊച്ചറ ഇട്ടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ട്രഫാർഗറിലോ ആളാണെങ്കിൽ ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. ട്രഫാർഗറിലോയ്ക്ക് അവൻ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന്. അവൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ലോ ആണെങ്കിൽ ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അവന്റെ കോൾ അറ്റൻഡ് ചെയ്യില്ല. മറ്റൊരു ഭാഗത്ത് ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ നിർത്താതെ ട്രഫാർഗറിലോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്നെല്ലാം ചാടി ഓടി ട്രഫാർഗറിലോ ആൾ വീണ്ടും വീണ്ടും ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ട്രഫാർഗറിലോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റാരെയല്ല, സാക്ഷാൽ നാമിയാണ്. എങ്ങനെയെങ്കിലും ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവളെ അറിയിക്കണം. അവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ അവരോട് പറയണം. അതാണ് ഇപ്പൊ ട്രഫാർഗറിലോയുടെ ഏക ഉദ്ദേശം. ഇവിടെ നടക്കുന്ന ഈ ഒരു വലിയ ഫൈറ്റില് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ലിറ്റിൽ പീപ്പിളിന്റെ വീടുകളെല്ലാം തന്നെ കിട്ടിങ്ങി വിറയ്ക്കാണ്. അവര് കരുതുക ഉസോപ്പിന്റെ ഹോക്കി പവർ അതുകൊണ്ടാണ് ഈ ഒരു കുലുക്കവും മുഴക്കവും ശബ്ദമൊക്കെ ഉണ്ടാവുന്നതെന്ന്. സോ ലിയോ പയ്യനാണെങ്കിൽ അവന്റെ വീട്ടിലെ ഓരോ സാധനങ്ങളും ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് വെക്കും. ലിയോ അവസാനമായിട്ട് അവന്റെ ഗ്രാൻഡ് മെയിൻ ടച്ച് വെച്ച് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അവിടെയുള്ള ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ഇപ്പൊ ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഉസോപ്പ് ആണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ ലിയോയോട് ചോദിക്കും, ആക്ച്വലി നിങ്ങൾക്ക് ആ ഡോഫ്ലമിംഗോയോട് ഇത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം എന്താ? അതിനവിടെയുള്ളവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കാനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന്. എങ്കിലും കുഴപ്പമില്ല, ഞാനത് പറയാമെന്ന് പറഞ്ഞ് ലിയോ ഇപ്പോൾ കാര്യം പറയും. ഞങ്ങളുടെ ഈ ലിറ്റിൽ പീപ്പിൾ ഐലാൻഡിലെ 500 പേരെ ആ ഡോഫ്ലമിംഗോ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. ആളുടെ ഒരു ഫാക്ടറിയിൽ ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കാനാണ് അവരുടെയോ ഞങ്ങളുടെയോ സമ്മതം ഒന്നുമില്ലാതെ അവരെ പിടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഡോഫ്ലമിംഗോയ്ക്കെതിരെ തിരിഞ്ഞതുപോലും. ഉസോപ്പിന് പിടികിട്ടും അവർ പറയുന്നതും ആ സ്മൈൽ ഫാക്ടറിയെ കുറിച്ചാണെന്ന്. ഉടനെ അവരെല്ലാവരും ഇപ്പോൾ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഉഷാറായിട്ട് ആ സ്മൈൽ ഫാക്ടറി അതിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.